ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും പശ്ചിമേഷ്യ അശാന്തമാവുകയാണ്. ഗസയെ ആക്രമിച്ച ഇസ്രയേലിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവിട്ടിരിക്കുകയാണ് ഹൂത്തികൾ. ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെയാണ് ടെൽ അവീവിനെ ലക്ഷ്യമാക്കി മിസൈലുകൾ ഹൂത്തികൾ അയച്ചിരിക്കുന്നത്. 1.5 മാസത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം സൈറണുകൾ വീണ്ടും ടെൽ അവീവ് നഗരത്തിൽ മുഴങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രചരിക്കുകയാണ്. ഹൂത്തികളും ഹിസ്ബുള്ളയും 2 ഭാഗങ്ങളിലായി നിന്ന് ആക്രമണം നടത്തിയ കാലഘട്ടങ്ങളിൽ ഇസ്രയേലിലെ ജനം തെരുവിലിറങ്ങാതെയും വീടുകളിൽ കഴിയാതെയും ബങ്കറുകളിൽ അഭയം പ്രാപിച്ച കാര്യം ഇസ്രയേലിലെ ജനം അനുഭവിക്കുന്ന ഭീതിയുടെ അടയാളമായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ സമാധാനം സംരക്ഷിക്കാൻ ഒരു വെടിനിർത്തൽ ഇസ്രയേലിനും അനിവാര്യമായിരുന്നു. എന്നാൽ സ്വന്തം രാജ്യത്തെ ജനതയുടെ സ്വാസ്ഥ്യവും സമാധാനവുമല്ല തങ്ങളുടെ മുഖ്യ അജണ്ട എന്ന് തീരുമാനിച്ചുറപ്പിച്ച രാഷ്ട്രീയക്കാർ ആ ജനതയെ കൂടിയാണ് നരകതുല്യ ജീവിതത്തിലേക്ക് കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും ഗസയെ ആക്രമിക്കുക വഴി ഇടക്കാലത്ത് പ്രതിരോധ പ്രത്യാക്രമണത്തിൽ നിർത്തിവെച്ച ഹൂത്തികൾ വീണ്ടും ഇസ്രയേലിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. നേരത്തെ ചെങ്കടലിൽ ഇസ്രയേൽ അനുകൂല കപ്പലുകൾ ആക്രമിച്ചും പിടിച്ചെടുത്തും കപ്പൽ ഗതാഗതം തടഞ്ഞുമൊക്കെയായിരുന്നു ഹൂത്തികൾ പ്രതിരോധം തീർത്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇസ്രയേൽ ചരിത്രത്തിൽ ഇല്ലാത്തത്രയും ക്രൂരമാം വിധമായ ആക്രമണങ്ങളാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം സമാധാന കരാറിന്റെ നഗ്നമായ ലംഘനം നടത്തുകയും ചെയ്ത പശ്ചാത്തലത്തിൽ വീണ്ടും പ്രത്യാക്രമണ വഴിയിലേക്ക് വന്നിരിക്കുകയാണ് ഹൂത്തികൾ തൊടുത്തുവിട്ട മിസൈൽ ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ചതായി ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി. അതേസമയം അപായ സൈറൺ മുഴങ്ങിയതോടെ പരിഭ്രാന്തരായി ഓടിയ ആൾക്കൂട്ടത്തിന്റെ തിക്കിലും തിരക്കിലും പെട്ട നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് ഇസ്രയേലിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടെൽ അവീവിലും ജെറുസലേമിലും അപായ സേനകൾ മുഴങ്ങിയതായി ഇസ്രയേൽ വൃത്തങ്ങൾ വ്യക്തമാക്കി. ടെൽ അവീവിലെ ബെൻ ഗൂറിയോൺ വിമാനത്താവളമായിരുന്നു ഹൂത്തികൾ ലക്ഷ്യം വെച്ചിരുന്നതെന്നും ഇസ്രയേൽ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹൂത്തികൾക്ക് നേരെയും യമനികൾക്ക് നേരെയും അമേരിക്കയുടെ നേതൃത്വത്തിൽ അതിശക്തമായ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആക്രമണത്തിൽ പകച്ചു നിൽക്കില്ലെന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നും യമൻ വക്താക്കൾ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ഇസ്രയേലിലേക്ക് നടത്തിയത് സൂചനാ ആക്രമണമാണെന്നും കൂടുതൽ ആക്രമണം ഉണ്ടാകുമെന്നും ഹൂത്തികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഹൂത്തികൾ ഇനിയൊരു ആക്രമണം നടത്തിയാൽ ഹൂത്തികൾക്ക് എല്ലാ പിന്തുണയും നൽകുന്ന ഇറാനെ തങ്ങൾ നേരിട്ട് ആക്രമിക്കുമെന്ന മുന്നറിയിപ്പും അമേരിക്ക നൽകിയിട്ടുണ്ട്. ഹൂത്തികൾക്ക് ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ആയുധ സഹായങ്ങൾ നിർത്തിവെക്കണമെന്നും ട്രംപ് ഇറാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹൂത്തികളുടെ ആക്രമണം തുടർന്നുണ്ടായാൽ ഇറാന് നേരെയുള്ള ആക്രമണം അമേരിക്ക ആരംഭിക്കുമോ എന്നതും ഇനി കണ്ടറിയേണ്ടതാണ്. എന്നാൽ യമനും ഹൂത്തികളും സ്വതന്ത്രരാണെന്നും അവരുടെ തീരുമാനങ്ങൾ അവർ തന്നെയാണ് കൈക്കൊള്ളുന്നത് എന്ന് ഇറാനും വ്യക്തമാക്കി. എന്നാൽ ഇറാഖിന്റെ കയ്യിൽ രാസായുധമുണ്ടെന്ന് ആരോപിച്ച് ഇറാഖിനെ ആക്രമിച്ച പോലെ ഹൂത്തികളെ കാണിച്ച് ഒരു കാരണം സൃഷ്ടിക്കുകയാണ് അമേരിക്ക എന്ന ദുരൂഹതയും വർദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നാൽ അത് പശ്ചിമേഷ്യയെ കൂടുതൽ സങ്കീർണമാകും. ഏതായാലും ഒരിടവേളയ്ക്ക് ശേഷം ഗാസ അശാന്തമായിരിക്കുന്നു. ഇസ്രയേലിൽ ഭീതി നിറഞ്ഞിരിക്കുന്നു. ലോകം വീണ്ടും യുദ്ധക്കെടുതിയുടെ വാർത്തകളിലേക്ക് വഴുതി വീണിരിക്കുന്നു. പശ്ചിമേഷ്യ സങ്കീർണമായിരിക്കുന്നു. waytonikah.com, the exclusive Muslim matrimonial site.